സാധിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, എന്റെ സൗണ്ട് ക്ലിയർ അല്ലേ? അതെ, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മിനി ചേച്ചിയുടെ ആ ഒരു സ്റ്റാറ്റസ് കണ്ട് ആ ഒരു എൻക്വയറിയിൽ നിന്നാണ് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിലേക്ക് കിട്ടിയത്. യെസ് ഓർ നോ? അതെ അതെ, തീർച്ചയായും. ഓക്കെ ഓക്കെ. അപ്പൊ അത് ദൈവത്തിന്റെ ഒരു കയ്യൊപ്പാണ്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ശരിയായിട്ടുള്ള ഒരു പാതയിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുന്നുണ്ടാവുള്ളൂ. അതും മിനിയെ പോലെയുള്ള ഒരു അത്രയും ഹെൽത്ത് പ്രോബ്ലംസ്, അത്രയും ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിയുടെ കൂടെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ഗ്രേറ്റ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് തുടക്കം തന്നെ ഗംഭീരായി എന്ന് പറയാം. അത് ഫസ്റ്റ് 8% ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, എന്താണ് ഇപ്പൊ ഈ ഒരു ഡയമണ്ട് അച്ചീവ്മെന്റിലേക്കുള്ള യാത്രയെ കുറിച്ചൊന്ന് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് പറയാനുള്ളത്? ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ബാങ്കിലെ ജോബ് റിസൈൻ ചെയ്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു ജേണി, അതായത് ഇപ്പൊ ഫസ്റ്റ് ആയിട്ട് 8% നിന്ന് ഇപ്പൊ ഡയമണ്ട് ആയിട്ടുള്ള ബ്രാൻഡ് ന്യൂ ഡയമണ്ട് ആയിട്ടുള്ള ആ സക്സസ് ജേണി ഒന്ന് വളരെ ഷോർട്ടായിട്ടൊന്ന് പറയാവോ? ഓക്കെ, അപ്പൊ ഞാൻ അതിനുശേഷം ആദ്യമൊക്കെ ഞാൻ ശരിക്കും നമ്മുടെ ഫീൽഡിൽ ഇറങ്ങി കഴിയുമ്പോൾ ശരിക്കും നമുക്ക് നെഗറ്റിവിറ്റികൾ വെക്കും. അതിൽ നിന്നും കൂടെ തന്നെയാണ് ഞാൻ വന്നത്. പക്ഷെ നമ്മുടെ മിനി ടീമിലെ പറയുന്ന പോലെ കൈ പിടിച്ചുയർത്താൻ സഹായിക്കുന്ന പറഞ്ഞാല് മിനി എപ്പോഴും എന്നെ മോട്ടിവേറ്റ് ചെയ്യുകയും ഇതിനെക്കുറിച്ച് നന്നായിട്ട് പറഞ്ഞുതരും. അതുപോലെ തന്നെ നമ്മുടെ ലീഡേഴ്സ് എപ്പോഴും നല്ല സപ്പോർട്ടായിരുന്നു. കാരണം ശ്രീദാസ്ജിയും സുധീഷ്ജിയും അതുപോലെ നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് കിട്ടിയിരുന്ന. പിന്നെ മിനി ടീമിലെ മിക്ക ലീഡേഴ്സും നമുക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബ്രോൺസ് ആയിട്ട് ഏറ്റവും നമ്മൾ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ടെങ്കിലും ഗോ ഡയമണ്ട് പോയപ്പോഴാണ് ശരിക്കും അവിടുത്തെ ആ ഒരു ഇത് കണ്ട് പിന്നെ എങ്ങനെയെങ്കിലും ഉയരണം എന്നുള്ള ഒരൊറ്റ ചിന്തയായിരുന്നു. പിന്നെ ഈ ബ്രോൺസ് ആവാനുള്ള ലാഭമൊന്നും പിന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഉടനെ തന്നെ സിൽവറും അതുപോലെ തന്നെ ഗോൾഡും, ആ ഗോൾഡിൽ നിന്നാണ് ഞാൻ ഡയമണ്ടിലോട്ടായത്. അപ്പൊ ഈ ശരിക്കും നമുക്ക് ഈ ഓരോ മീറ്റിംഗ് പിന്നെ അതിന് ശേഷം ഞാൻ ഗോ ക്രൗൺ അറ്റൻഡ് ചെയ്തു. അതുപോലെ തന്നെ എല്ലാ പ്രോഗ്രാമുകളും മാക്സിമം അറ്റൻഡ് ചെയ്യാറുണ്ട്. ആദ്യം നമുക്ക് മിറാക്കിൾ മോർണിംഗ് ആയി, പിന്നെ CEP. അപ്പൊ അതിലും എല്ലാത്തിലും നമ്മൾ അറ്റൻഡ് ചെയ്തു. ശരിക്കും പ്രോഗ്രാം തന്നെയാണ് ഇതിൽ ഏറ്റവും വിജയിക്കാനുള്ള ഇത്. കാരണം ഞാൻ ജോലി സമയത്ത് നിന്നുകൊണ്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പറ്റാറുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ എന്റെ ലീഡേഴ്സും അതുപോലെ എന്റെ ടീം അംഗങ്ങളും ഒക്കെ കൂടി ഒത്തൊരുമിച്ചുള്ള ഒരു വിജയമാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ ആദ്യം തന്നെ ഇപ്പൊ FRUവിന്റെ കാര്യം തന്നെ പറയാം. കഴിഞ്ഞ വർഷം ഞാൻ FRUവിന് പോകാനായിട്ട് എനിക്ക് സാധിച്ചില്ല, പല കാരണങ്ങളുണ്ട്. പക്ഷെ ഈ തവണ ഞാൻ ആദ്യം തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഇപ്പൊ അതിന് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. എന്റെ കൂടെ 2-3 പേരും വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ത്രില്ലിലാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാല് പോകാനുള്ള. എങ്ങനെയാണ് കാരണം കഴിഞ്ഞ മിനി ചെന്നപ്പോ അവിടെ നിന്ന് എനിക്ക് വീഡിയോ ഒക്കെ ഇട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കണ്ടിട്ടായി. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റിൽ തന്നെയാണ് ഇപ്പൊ ഞാൻ ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ശരിക്കും നമ്മൾ പറയും ഡ്രീമിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല. പറയുമെങ്കിലും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് സ്വപ്നം കാണാനൊക്കെ പഠിച്ചത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ശരിക്കും പറയൂലേ, നമുക്ക് എങ്ങനെയാ സ്വപ്നങ്ങള് എഴുതി വെച്ചാൽ നടക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷെ അതൊന്നും